വെൽക്കം ബാക്ക് ടു ഐഫർ എഡ്യൂക്കേഷൻ. ഇറ്റ്സ് മീ അൻഷ്ല. സോ നമുക്കറിയാം നമ്മുടെ സെറ്റ് എക്സാം എന്ന് പറയുന്നത് ഫെബ്രുവരി 2-ാം തീയതിയിലേക്കാണ് ടെൻഡേറ്റീവ് എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയമുണ്ട് എന്നുള്ളൊരു ചിന്തയിലായിരുന്നു നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്നത് അല്ലെ. ജനുവരിയിലാണ് എക്സാം നമ്മൾ ഇതുവരെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതൊക്കെ മാറി ഫെബ്രുവരി 2 എന്നൊരു കുറച്ച് ദിവസത്തിന്റെ വ്യത്യാസമുള്ളൂ. ഈവൻ ദോ ഫെബ്രുവരി 2 എന്ന് കേട്ടപ്പോഴേക്ക് ഇനി ഒരുപാട് സമയമുണ്ട്, മെല്ലെ തുടങ്ങിയാൽ മതി എന്നുള്ളൊരു റിലാക്സേഷൻ മോഡിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റിയാലിറ്റി എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെറ്റ് എക്സാമിന്റെ ഒരു PYQs എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തീരാവുന്ന റിലാക്സേഷൻ മാത്രമേ അവിടെയുള്ളൂ. കാരണം ലാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന സെറ്റ് എക്സാം എന്ന് പറയുന്നതിൽ 10% മാത്രമാണ് ജയിച്ച ആളുകളുടെ ഒരു ശതമാനം എന്ന് പറയുന്നത്. അത്രമേൽ എക്സാം ടഫ് ആയിക്കൊണ്ടിരിക്കുക. സോ വെറുതെ പോയിട്ട് എക്സാം എഴുതി നോക്കാം എന്ന് പറയുന്ന ഒരു മൂഡിൽ കാണാൻ പറ്റുന്ന ഒരു എക്സാം ആയിട്ട് നമുക്ക് സെറ്റിനെ പരിഗണിക്കാൻ പറ്റില്ല. സെറ്റ് എന്ന് പറയുന്നത് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന, ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന വൺ ഓഫ് ദി എക്സാം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെറ്റിലെ കുറച്ച് PYQs ആണ്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരു ചോദ്യത്തിൽ നിന്ന് ഒരുപാട് ഉത്തരങ്ങളിലേക്ക് എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ബിക്കോസ് അത് നമ്മൾ ഇതിന് മുൻപുള്ള പല ലൈവ് സെഷൻസിലും പല ഡിസ്കഷൻസിലും നമ്മളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം കേട്ടോ അല്ലെങ്കിൽ നെറ്റ് എക്സാമോ അങ്ങനെ ഡിഫറെന്റ് കോമ്പറ്റീറ്റീവ് എക്സാംസിൽ ഐഫറിന്റെ ലൈവ് സെഷൻസ് അല്ലെങ്കിൽ ഐഫറിന്റെ ക്ലാസ്സസ് കണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ, അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പല ചോദ്യങ്ങളും പല പോയിന്റ്സും ഡിസ്കസ് ചെയ്ത് പോയതുകൊണ്ട് തന്നെ ഒരുപാട് സ്കോറുകൾ ആ കഴിഞ്ഞു പോകുന്ന എക്സാംസിൽ കുട്ടികൾക്ക് സ്കോർ ചെയ്യാൻ പറ്റാറുണ്ട്. സോ അത്തരത്തിൽ തന്നെ ഇത്തവണത്തെ സെറ്റ് എക്സാമിനെ നമുക്ക് മാറ്റിയെടുക്കാം. സോ നമുക്ക് നോക്കാം സെറ്റിലെ കുറച്ച് PYQs. Okay, so the first question, which one of the following is the main objective of teaching? Teaching ന്റെ main objective എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Which one of the following is the main objective of teaching? Teaching ന്റെ main objective ആണ് ചോദിക്കുന്നത്. ഇവിടെ എന്തൊക്കെയാ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. To give information related to the syllabus. Syllabus ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. To develop thinking power of students. സ്റ്റുഡൻസിന്റെ ഒരു തിങ്കിങ് പവറിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. To dictate notes to students. കുട്ടികൾക്കുള്ള നോട്ടുകൾ കൊടുക്കുക. To prepare students to pass the examination. എക്സാമിന് പാസ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കണോ, കുട്ടികൾക്ക് നോട്ടുകൾ കൊടുക്കണോ, അല്ലെങ്കിൽ കുട്ടികളുടെ തിങ്കിങ് പവർ വളർത്തിയെടുക്കണോ, അല്ലെങ്കിൽ അവർക്ക് സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്താൽ മതിയോ? എന്താ ചെയ്യേണ്ടത്? ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. നമുക്ക് എന്തായാലും 1 മാർക്ക് കിട്ടാനുള്ള ഒരു ചോദ്യമാണ്. എന്താണ്? ടു ഡെവലപ്പ് തിങ്കിങ് പവർ ഓഫ് സ്റ്റുഡൻസ്. കുട്ടികളുടെ ചിന്താശേഷി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഒരു ടീച്ചർ ശ്രദ്ധിക്കേണ്ടത്. ടീച്ചറിന്റെ ദ മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ടീച്ചിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു തിങ്കിങ് പവർ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് തന്നെയാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. 100% ഷുവർ ആയിട്ട് 1 മാർക്ക് കിട്ടാനുള്ള ചോദ്യമാണ് അത് അല്ലെ. വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അതെ, സെക്കൻഡ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. Okay, Article 21A of the Constitution is related with. Article 21A of the Constitution is related with. Article 21A എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ Article 21A എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം എന്നുള്ളത്. ഓക്കെ, എന്താണ്? പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ചൈൽഡ് റൈറ്റ്സ്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട്. ഈ 4 എണ്ണത്തിൽ ഏതോ ഒന്നുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒന്നാണ് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. ആൻസർ അറിയുന്ന ആളുകൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കാവുന്നതാണ് എന്താണ് കറക്റ്റ് ആൻസർ വരുന്നത് എന്നുള്ളത്. പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് തന്നെ ചെയ്യുക. നമ്മൾ OMR ഷീറ്റിനകത്ത് വൺസ് ഒരു ആൻസർ ബബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് മാറ്റാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് നമ്മളൊരു കമന്റ് സെഷനെ നമ്മൾ സീരിയസ് ആയിട്ട് കാണേണ്ടത്. അപ്പൊ ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് നോക്കുക. വൺസ് തെറ്റിപ്പോയാൽ പോയി എന്നുള്ള അർത്ഥത്തിൽ ചെയ്തു നോക്കുക കേട്ടോ. സോ ആർട്ടിക്കിൾ 21A ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിലേറ്റഡ് വിത്ത് പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ. എന്താണ്? ചൈൽഡ് ലേബറിന് എതിരായിട്ടുള്ള ഒന്നാണ്, അല്ലെങ്കിൽ ബാലവേലയ്ക്ക് എതിരായിട്ടാണ്, അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന രീതിയിൽ ഉള്ള ഒന്നാണോ, അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണോ, ചൈൽഡ് റൈറ്റ് ആണോ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് ആണോ? ഇപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ശരിക്കും ആർട്ടിക്കിൾ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ടതും ഓർത്ത് വെക്കേണ്ടതുമായിട്ടുള്ള ഒന്നാണ്. എന്തുകൊണ്ടാണ് ആ ടോപ്പിക്കിന് അത്ര ഇമ്പോർട്ടൻസ് വരുന്നത്? സെറ്റ്, കേട്ടിട്ട്, നെറ്റ് പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിനായാലും PSC പോലെയുള്ള എല്ലാ എക്സാംസിനകത്തായാലും ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്. നമ്മൾ ഏതൊരു PSC എക്സാം എഴുതിയിട്ടുണ്ടെങ്കിലും അതിനകത്ത് ആർട്ടിക്കിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. സോ നമുക്കൊന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കോഡൊക്കെ ഒന്ന് വെച്ച് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മറന്നു പോവാതെ എന്തായാലും സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ള ഏരിയ ആണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ചോദിക്കുന്നത് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ ആണോ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണോ, ചൈൽഡ് റൈറ്റ് ആണോ, അല്ലെങ്കിൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് നോക്കുകയാണ്, അതിന്റെ കുറച്ച് പോയിന്റ്സിലേക്കാണ് പോകുന്നത് കേട്ടോ. സോ നോക്കാം. ഇവിടെ പറയുന്നു, ആർട്ടിക്കിൾ 21 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് the right to life and personal liberty, which is a cornerstone of fundamental rights in India. നമ്മുടെ ഇന്ത്യയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ തന്നെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് പറയപ്പെടുന്ന ഒന്നാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. അതെന്താണ് പറയുന്നത്? അത് ഗ്യാരണ്ടി ചെയ്യാണ് എന്ത്? the right to
ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. നമുക്ക് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിക്കുള്ള റൈറ്റ് ആണ് ആർട്ടിക്കിൾ 21 തരുന്നത്. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 21A എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അവിടെയാണ് കുറച്ചും കൂടെ ഒരു കോംപ്ലിക്കേഷൻ ആർട്ടിക്കിൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. ആർട്ടിക്കിൾ 21 ഉണ്ട്, ആർട്ടിക്കിൾ 21A ഉണ്ട്, അങ്ങനെ ഒരുപാട് സബ്സ് ഒക്കെ വരുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. ഇവിടെ പറയുന്നത് ആർട്ടിക്കിൾ 21. അപ്പൊ നമ്മൾ ഒരു ചോദ്യത്തിൽ നിന്ന് ഒരുപാട് മാർക്കിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് പോയിന്റ്സിലേക്ക് എന്ന് പറയുന്ന സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് പറയുമ്പോൾ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് എന്താണ്? guarantees the right to life and personal liberty ആണ്. ഓക്കെ, അപ്പൊ ഒരു പോയിന്റ് കിട്ടി കേട്ടോ, നോട്ട് ചെയ്ത് വെക്കാം. Supreme Court of India described Article 21 as the heart of fundamental rights. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഹാർട്ട് ആയിട്ടാണ് എന്തിനെ പറയുന്നത്? ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ മൗലികാവകാശങ്ങളുടെ ഹൃദയമായിട്ടാണ് എന്തിനെ പറയുന്നത്? ആർട്ടിക്കിൾ 21. നമ്മുടെ ചോദ്യത്തിലുള്ളത് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി, പേഴ്സണൽ ലിബർട്ടിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ആർട്ടിക്കിൾ 21നെ സുപ്രീം കോർട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ദ ഹാർട്ട് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാണ്. ഓക്കെ, അപ്പം 3 പോയിന്റ്സ് കിട്ടി. എന്തൊക്കെയാ? ആർട്ടിക്കിൾ 21 എന്താണ്? ആർട്ടിക്കിൾ 21നെ ഹാർട്ട് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് വിശേഷിപ്പിച്ചത് ആരാണ്? സുപ്രീം കോർട്ടാണ്. അപ്പം 2 പോയിന്റ്സ് 3 മാർക്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അതിലെന്താ പറയുന്നത്? ദ പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ്, അല്ലെങ്കിൽ ചൈൽഡ് ലേബേഴ്സിനെ എതിർക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത്. അപ്പം തന്ന ഓപ്ഷൻസിൽ 2 നമുക്ക് വെട്ടിക്കഴിഞ്ഞു അല്ലെ. അപ്പം റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 21 ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ആർട്ടിക്കിൾ 24 എന്ന് പറഞ്ഞാൽ പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് ആണ്. ദെൻ no child below the age of 14 years shall be employed to work in any factory or mine or engaged in any other hazardous employment. 14 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയെയും എന്ത് ചെയ്യാൻ പാടില്ല? അത്തരത്തില് എന്താ പറയുക, ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഹസാർഡസ് ആയിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റ് സെക്ടറിനകത്തോ ഫാക്ടറികളിലോ മൈൻ വർക്കുകളിലോ ഒന്നും തന്നെ ഭാഗമാക്കാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ആർട്ടിക്കിൾ 24 പറഞ്ഞു, ആർട്ടിക്കിൾ 21 പറഞ്ഞു കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇനി ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ അകത്തേക്ക് വരികയാണെങ്കിൽ ആർട്ടിക്കിൾ 21A ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിക്കിൾ 21A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ ആർട്ടിക്കിൾ 21 പറഞ്ഞു, ആർട്ടിക്കിൾ 24 പറഞ്ഞു, ആർട്ടിക്കിൾ 21A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. Then it was introduced by the 86th Amendment Act of 2002 and came into effect on April 1st, 2010. 2002 86ാമത് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ആർട്ടിക്കിൾ 21A വന്നിട്ടുണ്ടായിരുന്നത്. അത് അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് 2010 ഏപ്രിൽ 1 ഓക്കെ. സോ പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടെ എടുത്ത് പറയാണ്. ആർട്ടിക്കിൾ 21A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് അതിനകത്ത് പറയുന്നത്. അതെന്ന് പറയുന്നത് 2002 നടന്നിട്ടുള്ള 86ാമത് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. 2010 ഏപ്രിൽ 1 ഇത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. സോ ദെൻ ദ സ്റ്റേറ്റ് shall provide free and compulsory education to all children of the age of 6 to 14 years in such manner as the state may by law determine. അതായത് എന്താണ്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി ആയിട്ടുള്ള എഡ്യൂക്കേഷന് കൊടുക്കണം എന്നുള്ളതാണ് എന്തിൽ പറയുന്നത്? ആർട്ടിക്കിൾ 21 പറഞ്ഞിട്ടുള്ളത്. അതെന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് 2002 86ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 2010 ഏപ്രിൽ 1 ഇത് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. സോ ഒരുപാട് പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മറന്നു പോകരുത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്നായിരുന്നു. സോ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു? ആർട്ടിക്കിൾ 24 ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇതെന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 24 ആണെന്ന് പറഞ്ഞു. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ് ആർട്ടിക്കിൾ 21A എന്ന് നമ്മൾ പറഞ്ഞു. ചൈൽഡ് റൈറ്റ്സ് പറഞ്ഞു, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട്. ഇത്തരത്തിൽ ഡിഫറെന്റ് സാധനങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ആലോചിക്കുമ്പോൾ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെ വരുന്നതാണ്? ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് ആൻസർ അറിയുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് സെക്ഷനകത്ത് പറയാം. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ അറിയുമെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. സോ ദെൻ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
എ റിസർച്ചർ ഈസ് ജനറലി എക്സ്പെക്ടഡ് ടു. നമുക്കറിയാം റിസർച്ച് ഏരിയാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റീസണിങ് എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിൽ ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് യൂണിറ്റ്സ് കടന്നു വരുന്ന ഒരു സിലബസ് ആണ് നമുക്ക് സെറ്റ് എക്സാമിലേക്ക് വരുന്നത്. സോ അവിടെയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് എ റിസർച്ചർ ഈസ് ജനറലി എക്സ്പെക്ടഡ് ടു എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റഡി ഓഫ് എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ ഇൻ എ ഫീൽഡ്. ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയക്കകത്ത് കൊടുത്തിട്ടുള്ള ലിറ്ററേച്ചേഴ്സിനെ എന്താണ് കൃത്യമായിട്ട് പഠിച്ചെടുക്കുക, മനസ്സിലാക്കുക എന്നുള്ളതൊക്കെയാണ് റിസർച്ചറിന്റെ ഡ്യൂട്ടി. അല്ലെങ്കിൽ എന്താണ്? ജനറേറ്റ് ന്യൂ പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ്. പുതിയ പ്രിൻസിപ്പിൾസും തിയറീസും ഉണ്ടാക്കിയെടുക്കലാണ്. സിന്തസൈസ് ദ ഐഡിയാസ് ഗിവൺ ബൈ അതേഴ്സ്. ബാക്കിയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള എന്തൊക്കെ ഐഡിയാസിനെ സിന്തസൈസ് ചെയ്തെടുക്കലാണ്. ഇവാലുവേറ്റ് ദ ഫൈൻഡിങ്സ് ഓഫ് എ സ്റ്റഡി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഠനത്തിനെ ഇവാലുവേറ്റ് ചെയ്യലാണ്. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഒരു സാധ്യതയുണ്ട് അല്ലെ. നമുക്ക് എന്താണ് ഇവാലുവേറ്റ് ദ ഫൈൻഡിങ്സ് ഓഫ് എ സ്റ്റഡി? ഒരു പഠനത്തിന്റെ കണ്ടെത്തലുകൾ ഇവാലുവേറ്റ് ചെയ്യലാണോ? അങ്ങനെയാണോ? അല്ല എന്ന് നമുക്കറിയാം. അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്തു. ദെൻ സ്റ്റഡി ഓഫ് എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ ഇൻ എ ഫീൽഡ്. അപ്പൊ അത് മാത്രം മതി. അതെന്താണ്? ഒരു സെക്കൻഡറി ഡാറ്റ കളക്ഷൻ ആണ്. അപ്പം അത് പൂർണ്ണമായിട്ട് റിസർച്ച് ആയിട്ട് പറയാൻ പറ്റില്ല. സോ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ 2 ഓപ്ഷൻസ് ഉണ്ട്. ജനറേറ്റ് ന്യൂ പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ്. ഞാനൊരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ പുതുതായിട്ട് എന്തെങ്കിലും ജനറേറ്റ് ചെയ്യുന്നുണ്ടോ? തിയറീസ് പ്രിൻസിപ്പിൾസിനെ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ടോ? ഒരു കൺഫ്യൂഷൻ വന്നു, നമ്മൾ പോസ്റ്റ് ചെയ്ത് വെച്ചു. ദെൻ നെക്സ്റ്റ് സിന്തസൈസ് ദ ഐഡിയാസ് ഗിവൺ ബൈ അതേഴ്സ്. ബാക്കിയുള്ള ആളുകൾ പറഞ്ഞ എന്തൊക്കെ ഐഡിയാസിനെ സിന്തസൈസ് ചെയ്തെടുക്കുകയാണോ? അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ ആണ്. അപ്പൊ അത് പ്രൈമറി മാത്രമാണ് അല്ലെങ്കിൽ സെക്കൻഡറി ഡാറ്റ കളക്ഷൻ, അങ്ങനെ എന്തൊക്കെയൊക്കെയോ കൺഫ്യൂഷൻസ് മനസ്സിലാക്കി വരുന്നുണ്ടാവും അല്ലെ. കറക്റ്റ് അവിടെ എന്താ വരുന്നത്? ഒരു റിസർച്ചർ എന്ന് പറയുന്നത് ശരിക്കും എന്ത് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഒരിക്കലും ബാക്കിയുള്ള ആളുകൾ കണ്ടുപിടിച്ച കാര്യങ്ങളെ ആ ഐഡിയാസിനെ സിന്തസൈസ് ചെയ്തെടുക്കലല്ല എന്റെ പണി. ഞാൻ എന്താ ചെയ്യേണ്ടത്? പുതുതായിട്ടുള്ള പ്രിൻസിപ്പിൾസിനെയും തിയറീസിനെയും ഒക്കെ ജനറേറ്റ് ചെയ്തെടുക്കലാണ് കറക്റ്റ് ആയിട്ട് എന്റെ പണി എന്ന് പറഞ്ഞത്. സോ എ റിസർച്ചർ ഈസ് ജനറലി എക്സ്പെക്ടഡ് ടു ജനറേറ്റ് ന്യൂ പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ്. ഓക്കെ, കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The government of India conducts census after every 10 years. The method of research used in this process. എന്താണ് സെൻസസ് എന്ന് പറയുന്നത്? ഒരു രാജ്യം 10 വർഷം കൂടുന്ന സമയത്ത് എടുക്കുന്ന കണക്കെടുപ്പാണ്. അപ്പൊ ഇതിനകത്ത് എന്താ ചെയ്യുന്നത്? അവിടെ നടക്കുന്ന റിസർച്ച് പ്രോസസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? കേസ് സ്റ്റഡി ആണോ, ഡെവലപ്മെന്റൽ ആണോ, സർവേ ആണോ, എക്സ്പെരിമെന്റൽ ആണോ? ഇതിനകത്ത് കേസ് സ്റ്റഡി ആണോ, അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ സ്റ്റഡി ആണോ, സർവേ ആണോ, എക്സ്പെരിമെന്റൽ സ്റ്റഡി ആണോ? ഇതിൽ ഏതാണ് ശരിക്കും നമ്മൾ സെൻസസിനകത്ത് ഉപയോഗിക്കുന്നത് എന്നാ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തറിയാം? കേസ് സ്റ്റഡി അല്ല. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരാളെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനെ ഒക്കെ നമ്മൾ എന്താണ് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതിനാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം സെൻസസ് എന്ന് പറഞ്ഞാൽ എന്നെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്റെ സ്ഥലത്തിനെ കുറിച്ച് മാത്രം പഠിക്കുന്നൊന്നല്ല. എന്റെ സ്ഥലത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് പറയുന്നില്ല. അതിനകത്ത് എന്താണ് വേറെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരൊറ്റ സാധനത്തിനെ കുറിച്ചുള്ള ഡാറ്റ എടുക്കലല്ല എന്ത് കേസ് അല്ല സെൻസസ്. സോ കേസ് സ്റ്റഡി നമ്മൾ വിട്ടി. ഡെവലപ്മെന്റൽ സ്റ്റഡി ആണോ? അല്ല, ഒരു ഡെവലപ്മെന്റ് എന്താണെന്നുള്ളത് അറിയാനാണ്. പക്ഷെ അതെന്താണ് പക്ക ഒരു ഡെവലപ്മെന്റൽ സ്റ്റഡി എന്ന് പറഞ്ഞ് ഒതുക്കാവുന്ന ഒന്നല്ല. പിന്നെ എക്സ്പെരിമെന്റൽ ആണോ? അതൊരു പരീക്ഷണാർത്ഥം നടത്തുന്ന ഒന്നാണോ? അല്ല, അപ്പൊ അത് നമ്മൾ വെട്ടി. ദെൻ എന്തുണ്ട്? സർവേ ആണ് ഉള്ളത് അല്ലെ. സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലിയൊരു പോപ്പുലേഷനിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് സർവേ എന്ന് പറയുന്നത്. സർവേയുടെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ചെറിയ ക്ലാസ് മുതൽ. ഏത് തന്നെയാണ്? സെൻസസ് ആണ് അല്ലെ. അപ്പൊ സെൻസസ് ആണ് ഇവിടെ കറക്റ്റ്. സെൻസസിന്റെ റിസർച്ച് പ്രോസസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് റിസർച്ച് പ്രോസസ് എന്ന് പറയുന്നത് സർവേ എന്നുള്ളതാണ്. 2011 സെൻസസ് വാസ് ദ മോസ്റ്റ് റീസെന്റ് കംപ്ലീറ്റ് സെൻസസ് കണ്ടക്ടഡ് ബിഫോർ ദ 2021 സെൻസസ്. 2021 മുൻപ് നടത്തിയിട്ടുള്ള 2021 എന്ന് പറയുന്നത് കൊറോണയുടെ ഒരു പീരീഡ് ആയിരുന്നു. അപ്പൊ അതിന് മുൻപ് നടത്തിയിട്ടുള്ള ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു സെൻസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്കാക്കാവുന്ന ഒന്ന് ഏതാണ്? 2011 നടത്തിയിട്ടുള്ള സെൻസസ് ആണ്. ഓക്കെ, സോ ക്ലിയർ ആവുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. So then moving to the next question. The philosophy that education should be according to the nature of the child. കുട്ടികളുടെ നേച്ചറിന് അനുസരിച്ചായിരിക്കണം എഡ്യൂക്കേഷൻ പോവേണ്ടത്. കുട്ടികൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്ന് പറയപ്പെടുന്ന ഒരു ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്. എഡ്യൂക്കേഷനിൽ ഒരുപാട് ഫിലോസഫീസ് ഉണ്ട്. നമുക്കറിയാം നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം, ഐഡിയലിസം, റിയലിസം എന്ന് പറഞ്ഞിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എന്ത് വരുന്നുണ്ട്? ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻസ് വരുന്നുണ്ട്. ഇതിനകത്ത് കുട്ടികളുടെ നേച്ചർ എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്ന് പറയുന്നതാണ് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രാഗ്മാറ്റിസം ആണോ, നാച്ചുറലിസം ആണോ, ഐഡിയലിസം ആണോ, റിയലിസം ആണോ? ഓക്കെ, എന്താണ് അങ്ങോട്ട് കൺഫ്യൂഷൻ വരാനുള്ളത്? റിയലിസം ആണോ നാച്ചുറലിസം ആണോ എന്നുള്ളതായിരിക്കും കുറച്ചും കൂടെ അല്ലെ. അപ്പോൾ ഐഡിയലിസം എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ ആ ഒരു സംഭവം വെച്ചിട്ടാണ് പോകാൻ നമുക്കറിയാം. പ്രാഗ്മാറ്റിസം അല്ല എന്നറിയാം. സോ എന്തായിരിക്കും കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത്? നാച്ചുറലിസം എന്നുള്ളതാണ്. നാച്ചുറലിസം ആണ് ദ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദ ചൈൽഡ് എന്ന് പറയുന്നത് നാച്ചുറലിസത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ
Moving to the next question. Next question കുറച്ച് പോയിന്റ്സിലേക്ക് പോകാം അല്ലെ. നാച്ചുറലിസം emphasizes that education should align with the child's natural tendencies, interest, development. അതായത് കുട്ടികളുടെ നാച്ചുറൽ ആയിട്ട് അവരിൽ ഉണ്ടാവുന്ന ടെൻഡൻസീസ്, ഇൻട്രസ്റ്റുകളെ, ഡെവലപ്മെന്റ്സ്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത് നാച്ചുറലിസം എംഫസൈസ് ചെയ്യുന്നത്. ഇത് തന്നെയല്ലേ നമ്മുടെ ചോദ്യം. Then it advocates for learning through experience. Learning through experience, ഇതാണ് ഏറ്റവും ഹൈലൈറ്റഡ് പോയിന്റ് അല്ലെ. ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് നേച്ചർ ആയിട്ടുള്ള ഇന്ററാക്ഷൻസിലൂടെയും എക്സ്പീരിയൻസിലൂടെയാണ് കുട്ടികൾ എന്ത് ചെയ്യേണ്ടത്, അവര് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്, അവരിൽ ഇൻബിൽറ്റ് ആവേണ്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ അവരിൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസിനെ വളർത്തിയെടുക്കേണ്ടതും എങ്ങനെ തന്നെയാണ്, നേച്ചറുമായിട്ടുള്ള ഇന്ററാക്ഷൻസിലൂടെയും എക്സ്പീരിയൻസിലൂടെയാണ് കുട്ടികൾ വളരേണ്ടത് എന്നുള്ളതാണ് നാച്ചുറലിസം എന്ന് പറയുന്ന ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷന്റെ ബേസിക് തീം എന്ന് പറയുന്നത്. ഓക്കെ, ഫാദർ ഓഫ് നാച്ചുറലിസം ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ജീൻ ജാക്കസ് റൂസോ. നമുക്കറിയാം പ്ലാറ്റോ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്. അതുപോലെ നമ്മുടെ ഡിഫറെന്റ് ഫിലോസഫേഴ്സ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻസ് ഉണ്ട്. അപ്പം പ്ലാറ്റോ, റൂസോ ഇത്തരത്തിൽ ഡിഫറെന്റ് ആയിട്ടുള്ള തിങ്കേഴ്സ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ ഏതാണ്, നിങ്ങൾക്ക് അറിയുന്നത് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിലൊക്കെ പറയാം കേട്ടോ. ഏതൊക്കെ ഉണ്ടെന്നുള്ളത് ഒന്ന് പറയാം. ഓക്കെ, സോ ഫാദർ ഓഫ് നാച്ചുറലിസം ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീൻ ജാക്കസ് റൂസോയാണ്. ദെൻ നമ്മൾ പറഞ്ഞു പ്രാഗ്മാറ്റിസത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രാഗ്മാറ്റിസം എന്താണ്? ഫോക്കസസ് ഓൺ പ്രാക്ടിക്കൽ ലേണിംഗ് ആൻഡ് എക്സ്പീരിയൻസസ്. കുട്ടികൾക്ക് പ്രാക്ടിക്കൽ ലേണിംഗും എക്സ്പീരിയൻസസും ആണ് കിട്ടേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പ്രാഗ്മാറ്റിസം ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത് ഫോക്കസസ് ഓൺ പ്രാക്ടിക്കൽ ലേണിംഗ് ആൻഡ് എക്സ്പീരിയൻസസ്. It suggests that education should prepare individuals to deal with real life situations. കുട്ടികൾക്ക് എന്താണ് റിയൽ ലൈഫ് സിറ്റുവേഷൻസിനെ ആയിട്ട് റിയൽ ലൈഫ് സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനുള്ള ഒരു ഒരുക്കമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത് പ്രാഗ്മാറ്റിസത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത്. Learning is best achieved through active engagement and problem solving. ആക്റ്റീവ് എൻഗേജ്മെന്റും പ്രോബ്ലം സോൾവിംഗും നടക്കുമ്പോഴാണ് കുട്ടികളിൽ കൃത്യമായ വിദ്യാഭ്യാസം, കൃത്യമായ വളർച്ച നടക്കുന്നത് എന്നാണ് പ്രാഗ്മാറ്റിസ്റ്റുകൾ പറയുന്നത്. It does not emphasize aligning education strictly with the child's nature, but rather its utility in real world applications. അതായത് നാച്ചുറലിസത്തിൽ എന്താ പറയുന്നത്, കുട്ടികളുടെ നേച്ചർ എന്താണോ അതിനനുസരിച്ചിട്ട് ആ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസുകൾ കൊടുത്തുകൊണ്ടാണ് കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വളർത്തിയെടുക്കേണ്ടത്. ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ് ആണ്, ഇന്ററാക്ഷൻ വിത്ത് നേച്ചർ ആണ് അവിടെ മെയിൻ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് നാച്ചുറലിസത്തിൽ പറഞ്ഞിട്ടുള്ളത്? എവിടെയാണ്? ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് നേച്ചർ ആണ്. അവിടെ ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ജീൻ ജാക്കസ് റൂസോയാണ്. ഇനി പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നതിൽ നമുക്ക് നോക്കാം. ഓക്കെ, പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നതിനകത്ത് എന്താ പറയുന്നത്? പ്രാക്ടിക്കൽ ലേണിംഗ് ആൻഡ് എക്സ്പീരിയൻസസ് ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽസ് ടു ഡീൽ വിത്ത് റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. യെസ്, ആക്റ്റീവ് എൻഗേജ്മെന്റ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. ഇത്രയും പോയിന്റ്സ് ആണ് പ്രാഗ്മാറ്റിസത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഫാദർ ആരാണ്? ജോൺ ഡ്യൂയി ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ കമന്റ് സെക്ഷൻസിൽ വിട്ടുപോകരുത്. ജോൺ ഡ്യൂയി ആണ് ഫാദർ ഓഫ് പ്രാഗ്മാറ്റിസം ഇൻ എഡ്യൂക്കേഷൻ. ജീൻ ജാക്കസ് റൂസോ ആണ് ഫാദർ ഓഫ് നാച്ചുറലിസം ഇൻ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ. സോ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക കേട്ടോ. ഐഡിയലിസം എന്താണ്? emphasizes the importance of ideas and the mind. മൈൻഡും ഐഡിയാസും ആയിട്ടുള്ള ഇമ്പോർട്ടൻസിനാണ് ഇവിടെ പറയുന്നത്. ഐഡിയലിസത്തിനകത്ത് പറയുന്നത് ഐഡിയലിസം. എഡ്യൂക്കേഷൻ അണ്ടർ ഐഡിയലിസം ഫോക്കസസ് ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് ഇന്റലക്ച്വൽ ആൻഡ് മോറൽ വേർച്വസ് aiming to achieve perfection through reasoning and spirituality. Perfection through reasoning and spirituality. ആ ഐഡിയ ആൻഡ് മൈൻഡ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഐഡിയലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് വളർന്നിട്ടുള്ളത്. It often involves structured learning rather than following the child's natural tendencies. കുട്ടികളുടെ നാച്ചുറൽ ടെൻഡൻസീസിനപ്പുറം അവർക്കൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു നമ്മൾ പറയുന്ന ഒരു ഐഡിയ ബേസ്ഡ് ആയിട്ടുള്ള വളർച്ച കുട്ടികൾക്ക് വരണം എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു എവിടെ വന്നിട്ടുണ്ടായിരുന്നത്? ഐഡിയലിസത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്ലാറ്റോയാണ് എന്ത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്? ഐഡിയലിസം എന്ന് പറയുന്ന ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഫൈനലി വി ഹാവ് റിയലിസം. റിയലിസം എന്താണ്? റിയലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയലിസം ഫോക്കസസ് ഓൺ ടീച്ചിങ് അബൌട്ട് ദ വേൾഡ് ആസ് ഇറ്റ് ഈസ്. റിയൽ ആയിട്ടുള്ളത് എന്തോ അതിനെ പഠിപ്പിച്ചു കൊടുക്കുക. വേൾഡ് എങ്ങനെയാണോ അത് അങ്ങനെ തന്നെയാണെന്ന് കുട്ടികളിലേക്ക് ആ ഒരു ധാരണ എത്തിച്ചു കൊടുക്കുന്നതിനെയാണ് ഇവിടെ പറയുന്നത്, റിയലിസത്തിൽ പറയുന്നത്. ഇറ്റ് എംഫസൈസസ് ഒബ്ജക്റ്റീവ് നോളേജ് ആൻഡ് ലേണിംഗ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് ഫാക്ട്. കുട്ടികൾ എന്ത് ചെയ്യുക?
ശരിക്കും ഫാക്ട് എന്താണ് എന്നത് ഒബ്സർവ് ചെയ്ത് അവർ കണ്ട് അവർ മനസ്സിലാക്കി പഠിക്കട്ടെ. ഇതാണ് ഇവിടെ പറയുന്നത് റിയലിസം എന്ന് പറയുന്നത് അല്ലെ. ഇറ്റ് വാല്യൂസ് പ്രാക്ടിക്കൽ നോളജ് ആൻഡ് ഫാക്ട്സ് ഓവർ സബ്ജക്റ്റീവ് ഓർ നാച്ചുറൽ ഇൻക്ലിനേഷൻസ്. അതായത് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വിവരിച്ച് അങ്ങനെ കൊടുക്കുന്നതിനപ്പുറത്തേക്ക് അവർ കണ്ട് മനസ്സിലാക്കിയിട്ട് ഒബ്ജക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കട്ടെ എന്നുള്ളതാണ് റിയലിസത്തിൽ പറയുന്നത്. അരിസ്റ്റോട്ടിൽ ആണ് ആര് ഫാദർ ഓഫ് റിയലിസം എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ ആണ്. സോ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് തന്നെ പഠിക്കാം. റിയലിസം എന്ന് പറഞ്ഞാൽ അരിസ്റ്റോട്ടിൽ ആണ് ഫാദർ വരുന്നത്. അവിടെ പറയുന്നത് ഒബ്ജക്റ്റീവ് നോളജും ഒബ്സർവേഷനും പ്രാക്ടിക്കൽ നോളജും കാര്യങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഐഡിയലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാദർ ആരാണ്? പ്ലാറ്റോയാണ് ഫാദർ ആയിട്ട് വരുന്നത്. ഇവിടെ ഇന്റലക്ച്വൽ ആൻഡ് മോറൽ വേർച്വസും പെർഫെക്ഷൻ ത്രൂ റീസണിങ് ആൻഡ് സ്പിരിച്വാലിറ്റി ആണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നാച്ചുറലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീൻ ജാക്കസ് റോസോയാണ് അവിടെ വരുന്നത്. ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ഫൈനലി പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോൺ ഡ്യൂയി ആണ് ഫാദർ ആയിട്ട് വരുന്നത്. അവിടെ എന്താ പറയുന്നത്? റിയൽ ലൈഫ് സിറ്റുവേഷൻസും പ്രോബ്ലം സോൾവിംഗ് ഒക്കെയാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. സോ അത് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക, വിട്ടുപോവാതിരിക്കാൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സോ finally we have a question. Critical pedagogy was developed as an education approach. Critical pedagogy എന്ന് പറയുന്നതിനെ ഒരു എഡ്യൂക്കേഷണൽ അപ്രോച്ച് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഒന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തത് ആരാണ്? പൗലോ ഫ്രയർ, ആനി സുള്ളിവൻ, മരിയ മോണ്ടിസോറി ആൻഡ് അരിസ്റ്റോട്ടിൽ. ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതിലെ കൃത്യമായൊരു വായനയും പഠനവും ഒക്കെ അവിടെ അത്യാവശ്യമാണ് അല്ലെ. So, critical pedagogy was developed as an education approach. അപ്പൊ critical pedagogy എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ഒരു സാധനത്തിനെ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതാണ് കൃത്യമായിട്ട് പെഡഗോജിക്ക് അത് പറയാം. അപ്പൊ അതിന്റെ ഒരു ക്രിട്ടിക്കൽ വേർഷൻ ആയിട്ടാണ് ക്രിട്ടിക്കൽ പെഡഗോജി പറയുന്നത്. അപ്പം പൗലോ ഫ്രയർ, ആനി സുള്ളിവൻ, മിരിയ മോണ്ടിസോറി, അരിസ്റ്റോട്ടിൽ ഇങ്ങനെ ഡിഫറെന്റ് പേരുകൾ കാണുന്നുണ്ട്. അപ്പം നമുക്കറിയാം ബി എഡിനകത്ത് ഒരു കൃത്യമായ യൂണിറ്റ് ആയ ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രിട്ടിക്കൽ പെഡഗോജി. അപ്പൊ അവിടെ ആരെയായിരുന്നു പഠിച്ചത് എന്നുള്ളൊരു കൺഫ്യൂഷൻ മേ ബി ഉണ്ടായിരുന്നിരിക്കണം. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആരാ വരുന്നത്? പൗലോ ഫ്രയർ ആണ് കേട്ടോ. പൗലോ ഫ്രയറിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ക്രിട്ടിക്കൽ പെഡഗോജി വാസ് ഡെവലപ്ഡ് ആസ് എൻ എഡ്യൂക്കേഷണൽ അപ്രോച്ച് ബൈ പൗലോ ഫ്രയർ. അവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നതാണ് പൗലോ ഫ്രയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ പൗലോ ഫ്രയർ developed the critical pedagogy as an educational approach that focuses on empowering learners to critically examine social, political and economic inequalities. അപ്പം സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഇനിക്വാലിറ്റീസിനെ ലേണേഴ്സിനെ ക്രിറ്റിക്കലി എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാപ്തമാക്കുക എന്ന് പറയുന്നത് എന്നുള്ളൊരു ബേസിക് ഐഡിയനെയാണ് ആര് പറയുന്നത്? പൗലോ ഫ്രയർ ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ സെമിനൽ വർക്ക് Pedagogy of the Oppressed and advocates for education as a tool for liberation and transformation, encouraging dialogue, critical thinking and action against oppression. So, അപ്പം ഇത്രയും കാര്യങ്ങൾ പൗലോ ഫ്രയർ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്നതിൽ എന്താ മെയിൻ പോയിന്റ് പറയുന്നത്? ലേണേഴ്സിനെ ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇനിക്വാലിറ്റീസിനെതിരെ ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യാൻ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ഏറ്റവും സിംപിളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ പെഡഗോജി എന്നുള്ള ഐഡിയയിലൂടെ പൗലോ ഫ്രയർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അരിസ്റ്റോട്ടിൽ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? അദ്ദേഹം ഒരു ഗ്രീക്ക് ആൻഷ്യന്റ് ഫിലോസഫർ ആണ്. റിയലിസം എന്ന് പറയുന്ന എഡ്യൂക്കേഷനിലെ റിയലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്കാണ് അദ്ദേഹം മെയിൻ ആയിട്ട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ദെൻ ആനി സുള്ളിവൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എന്താണ് ആനി സുള്ളിവൻ എന്ന് പറയുന്ന പേര് നമ്മൾ എങ്ങനെയാണ് ഓർത്ത് വെക്കുന്നത്? ഹെലൻ കെല്ലറിനോട് ഒന്നിച്ചുകൊണ്ട് പുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ട് ആനി സുള്ളിവനെ നമ്മൾ ഓർത്ത് വെക്കുന്ന ഒരു കാര്യം. അപ്പൊ എന്താണ് അറിയപ്പെടുന്നത്? മിറാക്കിൾ വർക്കർ എന്നാണ് ആനി സുള്ളിവന് അറിയപ്പെടുന്നത്. ഡിസബിൾഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ടീച്ചിങ് എന്നുള്ളതായിരുന്നു ആനി സുള്ളിവന്റെ മെയിൻ ഫോക്കസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇൻഡിവിജ്വലൈസ്ഡ് ആൻഡ് എംപത്തറ്റിക് ടീച്ചിങ് അപ്രോച്ച് ആണ് ആവശ്യം എന്നുള്ളതായിരുന്നു ആനി സുള്ളിവന് മെയിൻ ഫോക്കസിൽ കൊടുത്തിരുന്ന ഒരു കാര്യം. And finally, we have Maria Montessori. Maria Montessori എന്താണ്? Known for the Montessori method, which emphasizes hands-on, child-centered learning environments and fostering independence. നമുക്കറിയാം ഇപ്പൊ എല്ലാ സ്ഥലത്തും മോണ്ടിസോറി കോഴ്സസ് ആണല്ലേ. അപ്പൊ മോണ്ടിസോറി കോഴ്സിന് പ്രത്യേകത എന്താ? ആ ഒരു കോഴ്സ് പഠിക്കാൻ ചേർന്നിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് എന്താണ് ആ ഒരു കോഴ്സ് പഠിക്കാൻ ചേർന്ന ആളുകൾ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും, ഒരുപാട് ചാർട്ടുകൾ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നാണ് പറയാറുള്ളത്. അത് എന്തുകൊണ്ടാ? അവിടെ ഫോക്കസ് ചെയ്യുന്നത് ഹാൻഡ്സ് ഓൺ ചൈൽഡ് സെന്റേർഡ് ലേണിംഗ് എൻവയോൺമെന്റ്സ് ആണ്. കുട്ടികൾ ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തിട്ട് ഓരോ കുട്ടിക്കും ആ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടിയിട്ട് കുട്ടിക്ക് അനുസരിച്ചിട്ടുള്ള പഠനം കൊടുക്കണം എന്നുള്ള ആ ഒരു മോണ്ടിസോറി കോൺസെപ്റ്റിനെ കൊണ്ടുവന്നിട്ടുള്ളതാണ്
മറിയ മോണ്ടിസോറി എന്ന് പറയുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണ്? മറിയ മോണ്ടിസോറിനെ പറഞ്ഞു, ആനി സുലിവനെ പറഞ്ഞു, പൗലോ ഫ്രയർ, അരിസ്റ്റോട്ടൽ, ഇങ്ങനെ ഡിഫറെന്റ് തിങ്കേഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? നിലവിൽ പറഞ്ഞിട്ടുള്ളത്. സോ സെറ്റ് എക്സാം എന്ന് പറയുന്നത് സിമ്പിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രം ബിഗിനിങ് പറഞ്ഞ പോലെ തന്നെ എക്സാം ഓരോ തവണ കഴിയുന്തോറും ടഫ് ആയിക്കൊണ്ടിരിക്കുക. എസ്പെഷ്യലി ജനറൽ പേപ്പർ. നമ്മുടെ പഠിച്ചിട്ടുള്ള ആ ഒരു സബ്ജക്ട് സ്പെസിഫിക് പേപ്പറിനെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറെയൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും ഈ പറയുന്ന പേപ്പർ 1 എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടല്ല നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒരു ചോദ്യം പഠിച്ച് ഒരുപാട് ചോദ്യങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ, അല്ലെ? തീർച്ചയായിട്ടും ഒരൊറ്റ ചോദ്യത്തിൽ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിനെ തിരിച്ചും മറിച്ചും ചോദിക്കാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ പറ്റില്ല. സോ പഠിക്കുന്ന സമയത്ത് ഒരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള മാക്സിമം പോയിന്റ്സിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ആ ഒരു പഠനത്തിനെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഈ ഒരു ഫെബ്രുവരിയിൽ വരാനിരിക്കുന്ന സെറ്റ് എക്സാം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. വരാനിരിക്കുന്ന HSC എക്സാംസിനൊക്കെ തന്നെ ഈ ഒരു സെറ്റ് എക്സാം നമുക്ക് വളരെ ക്രൂഷ്യലാണ്. സോ ഇത്തവണ ഐഫർ നിങ്ങൾക്കൊപ്പം ഉണ്ട്. നമ്മുടെ JRF മാസ്റ്റർ അനീഷ് പോത്തിക്കൊപ്പമാണ് ഈ തവണ നമ്മൾ സെറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. സോ ഐഫറിന്റെ ഫസ്റ്റ് സെറ്റ് ബാച്ചിന്റെ ക്രാഷ് കോഴ്സ് ഓപ്പൺ ആയിരിക്കുകയാണ് പേപ്പർ 1 വേണ്ടിയിട്ട്. സോ വാട്ട് ആർ വെയിറ്റിംഗ് ഫോർ? ദെൻ നമുക്ക് ഇത്തവണത്തെ സെറ്റ് ആക്കി എടുക്കാം ഐഫറിനൊപ്പം.